നമസ്കാരം. മയൂരം സാഹിത്യ സാംസ്കാരിക സമിതി ഒന്നാമത് കഥാരചനാ മത്സരം. വിഷയം സ്വപ്നച്ചിറകുകൾ. ക്രമ നമ്പർ 13. കഥ സ്വപ്നച്ചിറകുകൾ. രചന തോമസ് കാവാലം. ശബ്ദം കലാ പത്മരാജ്. മോനെ, നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? പോകുന്നുണ്ടമ്മേ. പോകാതിരുന്നാൽ അവർ ചിലപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. തളർന്ന് കിടക്കയിൽ ഒരു വശം ചെരിഞ്ഞു കിടന്ന അമ്മ അവ്യക്തമായ ഭാഷയിൽ ചോദിച്ചത് അവന് മനസ്സിലായി. അമ്മ പറഞ്ഞതിലും കൂടുതലായി ആ അമ്മ മനസ്സ് അവന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. മകൻ ജോലിക്ക് പോകേണ്ടത് ആവശ്യമാണെന്നറിയുമ്പോഴും അവൻ തൻ്റെ അടുത്ത് വേണമെന്നവർ ആഗ്രഹിച്ചിരുന്നു. അതായിരുന്നു ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അത്രയ്ക്കും പരിതാപകരമായിരുന്നു അവരുടെ നിസ്സഹായ അവസ്ഥ. ആ ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു മോഹൻദാസിൻ്റേത്. അവന് മറ്റു സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടായിരുന്നില്ല. അവൻ്റെ അമ്മ പെട്ടെന്നാണ് ഒരു രോഗിയായി മാറിയത്. അവൻ അവൻ്റെ അമ്മയോടൊപ്പം താമസിച്ചിരുന്ന ചെറ്റപ്പുര പുറമേ നിന്ന് കണ്ടാൽ ഒരു മറപ്പുര പോലെയായിരുന്നു. 4 വശവും ഓല കൊണ്ട് കുത്തിമറച്ച് ചാണകം മെഴുകിയ ഒരു 2 മുറി അടുക്കള വീട്. അവന് ഓർമ്മ വെച്ച നാൾ മുതൽ ആ കുടിലിലാണ് അവൻ താമസിച്ചിരുന്നത്. അമ്മ കിടന്നിരുന്ന കയർ കട്ടിലിന് പൊക്കം കുറവായിരുന്നതിനാൽ 4 സിമൻ്റ് ഇഷ്ടികയിൽ അത് പൊക്കി വെച്ചിരുന്നു. ഈ അടുത്ത കാലം വരെ അവൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോകുമായിരുന്നു. കഴിഞ്ഞ 6 മാസമായി അവർക്ക് യാതൊരുവിധ പണിയും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കിടക്കയിൽ തന്നെ സർവ്വസമയവും. പല സന്ദർഭങ്ങളിലും ആ അമ്മയെ എങ്ങനെ ശുശ്രൂഷിക്കണമെന്നറിയാതെ മോഹൻദാസ് വിഷമിച്ചിരുന്നു. അവൻ്റെ അച്ഛനെക്കുറിച്ച് അമ്മയിൽ നിന്ന് കേട്ട ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നവന് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ അച്ഛൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോയതാണ്. പിന്നെ വീട്ടിലേക്ക് വന്നിട്ടേയില്ല. കുറേ നാളുകൾക്ക് ശേഷം നാട്ടുകാർ പറഞ്ഞറിഞ്ഞു അയാൾ വേറൊരു സ്ത്രീയുമായി കുറച്ചകലെയുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നെന്നും ആ ബന്ധത്തിൽ 3 കുട്ടികളുണ്ടെന്നും. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ അമ്മയുടെ ദുഃഖം മകൻ്റെ ദുഃഖമായി മാറി. ആ മകനു വേണ്ടി അമ്മ ജീവിച്ചു. ഇന്ന് അമ്മയ്ക്ക് വേണ്ടി മകനും. പക്ഷെ 2 പേരും ദുഃഖങ്ങൾ പരസ്പരം അറിയിച്ചില്ലെന്ന് മാത്രം. ബികോം വരെ പഠിച്ച അവന് അടുത്തുള്ള ഒരു പലചരക്ക് കടയിൽ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ബോധം കെട്ടി വീണത്. പെട്ടെന്നുണ്ടായ സ്ട്രോക്കിൽ അമ്മയുടെ ഒരു വശം മുഴുവൻ തളർന്നുപോയി. സംസാരിക്കുമായിരുന്നെങ്കിലും പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല. പരസഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. അമ്മയുടെ തളർച്ചയ്ക്കൊപ്പം അവൻ്റെ മനസ്സും ഒരു നിമിഷം തകർന്നുപോയി. കാരണം അതുവരെ അമ്മയായിരുന്നു അവൻ്റെ ചിറകുകൾ. ആ ചിറകുകൾ കയറി അവൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരുന്നു. പരിമിതിയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചത് അമ്മയായിരുന്നു. മോനെ, വരുമ്പം കുറച്ച് കുഴമ്പ് കൂടി വാങ്ങിച്ചുകൊണ്ട് പോരണേ. വരാമേ, മറുപടി പറഞ്ഞിട്ട് അവൻ ധൃതിയിലൊരുങ്ങി. കടയിലേക്ക് പോകാനിറങ്ങിയ മോഹൻദാസ് വീടിൻ്റെ ഇടതുവശം ചേർന്നുള്ള ഒരു പൂവരശിൻ്റെ പൊത്തിൽ ഒരു കിളിക്കൂട് വെച്ചിരിക്കുന്നത് കണ്ടു. ആ കൂട്ടിൽ ഒരു മാടത്ത യാതൊരു ഭയപ്പാടും കൂടാതെ ഇരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം തള്ളപ്പക്ഷി ഇല്ലാതിരുന്ന ഒരു സമയത്ത് ആ കൂട്ടിലേക്ക് അവൻ നോക്കി. 3 മുട്ടകൾ 3 വശത്തായി ചിതറിക്കിടന്നിരുന്നു. ആ മുട്ടകൾ 3 സ്വരുക്കൂട്ടി വയ്ക്കുന്നതിനിടയിൽ അവൻ ഓർത്തു, ഈ അമ്മയുടെ കീഴിലിരിക്കുന്ന താനും ഈ മുട്ടകൾ പോലെയല്ലേ? ഇപ്പോൾ തനിക്ക് 21 വയസ്സ്. മുട്ട വിരിഞ്ഞിറങ്ങുന്ന ഒരു പശിക്കുഞ്ഞിന് തുല്യം. കുറച്ച് ദിവസം കഴിയുമ്പോൾ മുട്ട വിരിഞ്ഞ് പശിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് പോലെ താനും. അവൻ്റെ സ്വപ്ന ചിറകുകൾ വിടർന്നു. ഇപ്പോൾ അടയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി കാണുമോ എന്തോ. അതിനകത്തിരുന്ന് ആ പക്ഷിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് ആ മുട്ടത്തോടിൽ ആഞ്ഞാഞ്ഞു കൊത്തുന്നുണ്ടാകും. അതിനകത്തു നിന്ന് ഒരിക്കലും പുറത്തു വരാനാകാതെ ശ്വാസം മുട്ടി മരിക്കുമെന്ന് അവ ഭയപ്പെടുന്നുണ്ടാവുമോ? പുറത്തേക്ക് വരാനുള്ള അദമ്യമായ ആഗ്രഹം, ആ ശ്രമത്തിൽ അവ വിജയിക്കുമോ? ആ മുട്ടയ്ക്ക് അകത്തിരുന്ന് കുഞ്ഞുങ്ങൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകും. ചിറകുകൾ രൂപം കൊള്ളുമ്പോൾ അഭിമാനം കൊള്ളുന്നുണ്ടാവും. അവ പറക്കാൻ മോഹിച്ചിട്ടുണ്ടാവും. ആകാശം കണ്ടിട്ടില്ലാത്ത അവകളുടെ ആകാശത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും? ഒരു ദിവസം അവ പുറത്തു വരും, ഒരു പുതിയ ലോകം കാണാൻ. അവൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ ആ ചിന്തകളെല്ലാം അവൻ്റെ തന്നെ മനസ്സിലെ ആകുലതകളും സ്വപ്നങ്ങളും ആയിരുന്നെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. അവൻ ജോലി ചെയ്തിരുന്നത് പലചരക്ക് കടയുടെ ഉടമ സ്ഥലത്തെ ഒരു വലിയ പണക്കാരൻ്റേതായിരുന്നു.
അയാൾക്ക് ആ കട കൂടാതെ മറ്റ് പല സ്ഥലങ്ങളിലും വേറെയും കടകളുണ്ടായിരുന്നു. കടയിലെ കണക്ക് നോക്കാനാണെന്ന് പറഞ്ഞാണ് അവന് ജോലി കൊടുത്തത്. പക്ഷേ കണക്ക് നോക്കുന്നതിനൊപ്പം വിൽപ്പനയും നടത്തണമായിരുന്നു. അങ്ങനെ മുതലാളി 2 പേരുടെ ജോലി അവനെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. ഒരു ചെറിയ ജോലി അത്യാവശ്യമായതുകൊണ്ട് അവനെല്ലാം നിശബ്ദമായി സഹിച്ചു. അന്ന് മോഹൻദാസ് കടയിൽ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോറിന് പുറത്തൊരു സംസാരം കേട്ടു. അവൻ കാത് ഓർപ്പിച്ചിരുന്നു. പിള്ളേച്ച, ഒരു കാര്യം അറിഞ്ഞു? സ്ഥലത്തെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി നാരായണ മുതലാളി ഗോപാലപിള്ളയോട് ചോദിച്ചു. എന്താ നാരായണ സംഭവം? ഗോപാലപിള്ള ആകാംക്ഷയോട് ചോദിച്ചു. നമ്മുടെ എസ്റ്റേറ്റ് മുതലാളി മണിയമ്പിള്ളയുടെ മകൾ രശ്മി ഇന്നലെ ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. രശ്മി എന്ന പേര് കേട്ടതാ മോഹൻദാസ് ഞെട്ടിപ്പോയി. അവൻ്റെ നെഞ്ചിലൂടെ ഒരു വാൾ കുത്തിയിറക്കിയ പ്രതീതിയായിരുന്നു ആ വാക്കുകൾക്ക്. അവൻ്റെ തല കറങ്ങുന്നത് പോലെ അവന് തോന്നി. നാരായണൻ അത് പറയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം ആ മുഖത്ത് നിഴലിച്ചിരുന്നു. മോഹൻദാസ് അത് ശ്രദ്ധിച്ചു. പെട്ടെന്ന് മോഹൻദാസ് മുതലാളിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ മുതലാളി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നതാണ് കണ്ടത്. എങ്ങോട്ടാ പോയത് നാരായണ? ഗോപാലപിള്ള ചോദിച്ചു. ആ ചെറുക്കന് വിദേശത്തായിരുന്നു ജോലി. കുറച്ച് നാളായി അവർ അടുപ്പത്തിലായിരുന്നു. വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരാഴ്ച മുമ്പ് അവർ പോയി. രജിസ്റ്റർ വിവാഹം കഴിച്ചു. അവൻ്റെ കൂടെ കാനഡയ്ക്ക് പോയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മണിയമ്പിള്ള ഇതൊന്നും അറിഞ്ഞില്ലേ? ഗോപാലപിള്ള ചോദിച്ചു. അയാൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? പോലീസിൽ അറിയിച്ചു. മകളെ കാണാനില്ലെന്ന് പറഞ്ഞു. പ്രായപൂർത്തിയായ മകളല്ലേ, അയാൾക്ക് തടയാൻ പറ്റുമോ? അത് പറയുമ്പോൾ നാരായണൻ രഹസ്യമായി മോഹൻദാസിനെ നോക്കുന്നുണ്ടായിരുന്നു. അയാൾ അത് പറഞ്ഞത് മോഹൻദാസ് അറിയാൻ വേണ്ടി മാത്രമാണെന്ന് ആ നോട്ടത്തിൽ വളരെ വ്യക്തമായിരുന്നു. എങ്കിലും താനതറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ മോഹൻദാസിന് വിഷമം തോന്നി. ആ സമയത്ത് അവൻ്റെ വീട്ടുമുറ്റത്ത് പൂവരശിൻ്റെ പൊത്തിൽ അടയിരിക്കുന്ന പക്ഷിയെക്കുറിച്ചും അതിൻ്റെ അടിയിലെ മുട്ടയെക്കുറിച്ചും ഓർത്തുപോയി. ആ കുഞ്ഞു ചുണ്ടുകൾ ഇപ്പോഴും ആവർത്തിച്ച് മുട്ടത്തോടിൽ കൊത്തുന്നുണ്ടാവുമോ? ഏതെങ്കിലും ഒരു പാമ്പ് വന്ന് ആ മുട്ടകളെല്ലാം തിന്നു പോകുമോ? ഒരു പുതിയ ലോകം തുറക്കാൻ ചിറകുകൾ സ്വപ്നം കാണുന്നുണ്ടാവുമോ? പൊടുന്നനെ മോഹൻദാസിൻ്റെ മനസ്സിലേക്ക് ആദ്യമായി രശ്മിയെ കണ്ട ദിവസം കടന്നു വന്നു. അന്ന് അവന് +2 അഡ്മിഷൻ കിട്ടിയ ആദ്യ ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത്. വീട്ടിൽ കലശലായ പട്ടിണിയായിരുന്നു ആ ദിവസങ്ങളിൽ എന്നതവൻ ഓർത്തു. അമ്മ അയൽ വീടുകളിലൊക്കെ ചില പണികളൊക്കെ ചെയ്തിരുന്നെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് 2 വയറുകൾ കഴിഞ്ഞു പോവുക ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും കോമേഴ്സ് ബാച്ചിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അവൻ്റെ മനസ്സ് സന്തോഷിച്ചു. മുട്ടയ്ക്കകത്തിരുന്ന പക്ഷിക്കുഞ്ഞിനെ പോലെ അവനും സ്വപ്നം കണ്ടു. ഒരു നല്ല ജീവിതം, സ്വപ്നച്ചിറകുകൾ. ആദ്യത്തെ ഒരാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ മാവിൻ്റെ ചുവട്ടിലും ലൈബ്രറിയിലും ഒക്കെ ആയിട്ട് ചിലവിട്ടു. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ അവനോട് ഉപദേശിച്ചു. എടാ, നീ എന്തിനാ ഇങ്ങനെ പട്ടിണി ഇരിക്കുന്നത്? സ്കൂളിൽ ഉച്ചക്കഞ്ഞിയില്ലേ, അത് പോയി കുടിക്ക്. അത് ഹൈസ്കൂളുകാർക്കുള്ളതല്ലേ, ഹെഡ് മാസ്റ്റർ കണ്ടുപിടിച്ച എന്ത് നാണക്കേടാവും. എടാ, അതാരും അറിയാൻ പോകുന്നില്ല. നീ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് എല്ലാവരും വിചാരിച്ചോളും. സുഹൃത്തുക്കളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം ഉച്ച സമയത്ത് അവൻ ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സിലേക്ക് കയറി ചെന്നു. അത് പെൺകുട്ടികളുടെ ക്ലാസ് മുറിയാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ കയറി ചെല്ലുമ്പോൾ 2 പെൺകുട്ടികൾ അവിടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അതിലൊരു പെൺകുട്ടി അവൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ആരാണെന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ആ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു, ആ പാത്രം ഒന്ന്. മനസ്സിലായില്ല? ആ പെൺകുട്ടി പറഞ്ഞു. ആ പാത്രം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അല്പം ഉച്ചക്കഞ്ഞി വാങ്ങി കുടിക്കാമായിരുന്നു. സർവ്വധൈര്യവും സംഭരിച്ച് അവൻ പറഞ്ഞു. പെട്ടെന്ന് ആ പെൺകുട്ടി ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന പാത്രം കഴുകി അവനെ ഏൽപ്പിച്ചു. അവനൊന്ന് പാത്രം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ പുറകിലൊരു ചിരി കേട്ടു. എടി, ചിരിക്കാതെ, ഒരു പാവമാ, വിശന്നിട്ടാണ്. ചിരി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ചിരിച്ചത് ആരാണെന്ന് അവൻ അറിയണം. ദൈവമേ, ഏതായാലും പാത്രം കൊടുത്തയാളായിരുന്നില്ല ചിരിച്ചത്. ചിരിച്ചതിന് അവൾ മറ്റവളെ ശാസിക്കുകയായിരുന്നു. ആ പ്രവൃത്തി 2-3 ദിവസം കൂടി തുടർന്നു. അതവർ തമ്മിൽ അടുക്കാൻ കാരണമായി. അവനെ അവൾ തിരിച്ചറിഞ്ഞു. തൻ്റെ അയൽവക്കത്തെ എസ്റ്റേറ്റ് മുതലാളിയുടെ മകളാണ് അവളെന്ന് അവൻ്റെ കൂട്ടുകാരും പറഞ്ഞു. എന്താ പേര്? ഒരു ദിവസം അവൾ ചോദിച്ചു. യുഗങ്ങളായി കാത്തിരുന്ന ചോദ്യം പോലെ അവന് തോന്നി. മോഹൻദാസ്. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അവൾ ചോദിച്ചു. കഴിഞ്ഞ കർക്കിടകത്തിൽ ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുമ്പോൾ കണ്ട ഒരു ഓർമ്മ. ശരിയാണ്, അന്നൊരു ദിവസം ഭാഗവത പാരായണം ചെയ്തത് ഞാനായിരുന്നു.
അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ അടുത്തു. പരസ്പരം കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു. പാത്രം വാങ്ങാൻ മോഹൻദാസ് വന്നപ്പോൾ രശ്മി പാത്രം കൈനീട്ടി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇനി മേലിൽ ഉച്ചക്കഞ്ഞി വാങ്ങാൻ പോകണ്ട. ഇതിനകത്ത് തനിക്കുള്ള ഭക്ഷണമുണ്ട്. ഞാൻ ഈ സ്കൂളിൽ വരുന്ന കാലത്തോളം ഈ പാത്രത്തിൽ തനിക്കുള്ള ഭക്ഷണവും ഉണ്ടാവും. ലക്ഷ്മിയുടെ വാക്കുകളും പ്രവൃത്തിയും അവനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഒരു നിമിഷം അവൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അത് മനസ്സിലായിട്ടാവണം രശ്മി പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കളഞ്ഞു. പിറ്റേന്ന് രശ്മി ക്ലാസ്സിൽ വന്നില്ല. അതറിയാതെ മോഹൻദാസ് ഉച്ച സമയത്ത് അവിടെ ചെന്നു. അപ്പോൾ അവളുടെ കൂട്ടുകാരി മാലതി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്തു പറ്റി രശ്മിക്ക്? അവൻ മാലതിയോട് ചോദിച്ചു. അവൾക്ക് പനിയാണ്, ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നു. പിറ്റേന്ന് മോഹൻദാസ് ആശുപത്രിയിൽ ചെന്ന് രശ്മിയെ കണ്ടു. അപ്പോൾ രശ്മി തമാശ രൂപത്തിൽ പറഞ്ഞു, ഇന്നലെ ഗാന്ധിജി ക്ലാസ്സിൽ ചെന്നിരുന്നു മാലതി പറഞ്ഞു. ഗാന്ധിജി പട്ടിണിയായിരുന്നോ? ഗാന്ധിജിയോ? ഇന്നലെയോ? അതിശയത്തോടെ അവൻ തിരിച്ചു ചോദിച്ചു. ആ ഗാന്ധി, മോഹൻദാസ് ഗാന്ധി. അപ്പോഴാണ് അവന് കാര്യം കത്തിയത്. രശ്മി ഒരിക്കലും അവനെ വിട്ടു പോകില്ലെന്ന് അവന് നല്ല നിശ്ചയമായിരുന്നു. താൻ അവളെ സ്നേഹിക്കുന്നതിൽ കൂടുതലായി അവൾ തന്നെ സ്നേഹിച്ചിരുന്നു എന്നവൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയുള്ള രശ്മി ഒരു മാപ്പിള ചെക്കൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന് കേട്ടപ്പോൾ അവന് വിശ്വസിക്കാനായില്ല. പിറ്റേ ദിവസം വൈകിട്ട് ഏകദേശം 5 മണിയായി കാണും. പെട്ടെന്ന് അവൻ്റെ സ്റ്റോറിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് രശ്മി ചാടിയിറങ്ങി മോഹൻദാസിൻ്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ കയ്യിൽ ഒരു വലിയ, അധികം ഭാരമില്ലാത്തൊരു പൊതിക്കെട്ടുണ്ടായിരുന്നു. അത് അവൻ്റെ മുന്നിൽ മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ പറഞ്ഞു, ഇന്ന് അമ്മയുടെ ജന്മദിനമല്ലേ, ഇത് അമ്മയ്ക്കുള്ളതാണ്. എങ്ങനെ അറിഞ്ഞു അമ്മയുടെ ജന്മദിനമാണെന്ന് അവൻ ചോദിച്ചു. അവൻ പോലും മറന്നുകിടന്ന അമ്മയുടെ ജന്മദിനം അവൾ ഓർത്തിരിക്കുന്നു. താൻ വിദേശത്തേക്ക് പോയെന്ന് നാട്ടിലൊക്കെ സംസാരമായിരുന്നു. അത് ഞാനല്ല, എൻ്റെ ചേട്ടനാണ് കാനഡയ്ക്ക് പോയത്. യാത്ര അയക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിൽ പോയിരുന്നു. അവളുടെ സംസാരം കേട്ട് അവൻ വീണ്ടും ഞെട്ടി. അന്ന് വീട്ടിൽ ചെന്നപ്പോൾ അവൻ വാതിൽക്കൽ നിന്ന് ആ പൂവരശിൻ്റെ പൊത്തിലേക്ക് നോക്കി. 3 അരുമക്കുഞ്ഞുങ്ങൾ അവ മുട്ടത്തോട് പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. സ്വരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവയുടെ വായിലേക്ക് അമ്മ പക്ഷി എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്നു. അവയുടെ സ്വപ്ന ചിറകുകൾ വളരും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവ പറക്കമുറ്റും, പിന്നെ പറന്നു പോകും. അതുപോലെ താനും ഒരിക്കൽ. അവൻ്റെ കണ്ണു നിറഞ്ഞു. അത് അമ്മ അറിയാതിരിക്കാൻ അവൻ അവൻ്റെ അമ്മയുടെ മടിയിലേക്ക് വീണു. അമ്മയെ കെട്ടിപ്പിടിച്ചു. പുറത്ത് ആ അമ്മക്കിളി ചിലച്ചുകൊണ്ട് പറന്നു പോകുന്നത് അവന് കേൾക്കാമായിരുന്നു. ആ അരുമ മകളുടെ സ്വപ്ന ചിറകുകൾ വളർത്താൻ വേണ്ടിയുള്ള അമ്മക്കിളിയുടെ ചിറകടി ശബ്ദം.